ഏറ്റവും ബേസിക് ആയിട്ടുള്ള പ്രശ്നം എന്താ അറിയോ? അടിസ്ഥാനപരമായിട്ടുള്ള വിഷയം എന്താണെന്നറിയോ? നമുക്ക് അള്ളാഹുവിനെ അറിയില്ല എന്നുള്ളതാണ് പ്രശ്നം. അള്ളാഹു ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല. വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖറീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ ഫൽയസ്തജീബു ലി വൽയുമിനു ബി ലഅല്ലഹും യർഷുദൂൻ. അല്ലാഹുവിന്റെ റസൂലേ, എന്നെ പറ്റിയിട്ട് എൻ്റെ അടിമകൾ നിന്നോട് ചോദിച്ചാൽ നീ പറയണം അവരോട്, ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്. അള്ളാഹു നമ്മുടെ തൊട്ടടുത്തുണ്ട്. അള്ളാഹുവിൻ്റെ മുമ്പിൽ മനസ്സ് തുറന്നു വെക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹുവിനോട് ഹൃദയം തുറന്ന് നമ്മുടെ വേദനകൾ പറയാനുള്ള സമയം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടോ? പ്രിയപ്പെട്ടവരെ, എന്തും ഏത് സമയത്തും ഓപ്പണായിട്ട് നമുക്ക് നമ്മുടെ റബ്ബിനോട് പറയാം. ലജ്ജിക്കേണ്ട കാര്യമില്ല, തല താഴ്ത്തേണ്ട വിഷയമില്ല, നാലാൾ അറിയോ എന്ന മാനക്കേടിൻ്റെ വിഷയമില്ല. സ്വകാര്യമായിട്ട് നമ്മുടെ റബ്ബിനോട് നമ്മൾ സംസാരിച്ച് നോക്കണം. നമ്മളും നമ്മുടെ റബ്ബും മാത്രമുള്ളൊരിടം. ആ സ്വകാര്യ നിമിഷങ്ങൾക്ക് വല്ലാത്തൊരു വൈബാണ്. അത് അനുഭവിച്ച ആളുകൾക്കറിയാം അതിൻ്റെ ഒരു ഫീലിംഗ്. വലഖദ് ഖലഖനൽ ഇൻസാന വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സുഹു വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. നമ്മുടെ കണ്ടനാടിയേക്കാളും അടുത്തവനാണ് നമ്മുടെ റബ്ബ്. ഹൃദയങ്ങൾ മന്ത്രിക്കുന്നത് ആ റബ്ബ് അറിയുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിൽ ഒരു ഇല പോലും അള്ളാഹുവിൻ്റെ അറിവില്ലാതെ ചലിക്കുന്നില്ല, അനങ്ങുന്നില്ല. മനുഷ്യന്റെ മനസ്സ് വായിക്കാൻ അള്ളാഹുവിനല്ലാതെ വേറെ ആർക്കെ കഴിയുക? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഴിയോ? നബിന്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാളുടെ മനസ്സ് വായിക്കാൻ അള്ളാഹുവിന്റെ റസൂലിന് പറ്റുമോ?